ബഹറിലുള്ള എല്ലാവരോടും പറയാനുള്ളൊരു കാര്യമാണ്. നമ്മുടെ സുമതി വളവില്ലേ, സുമതി വളവിനോട് ചേർന്നിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു അടിപൊളി ഫാമുണ്ട്. നമ്മൾ കഴിഞ്ഞ ഓണം പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സുമതി വളവിനോട് ചേർന്നിട്ടൊരു ഫാം. അവർ ഗേറ്റ് വന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല പച്ചപ്പുണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു ജസ്റ്റ് ഒന്ന് കയറി കണ്ടോട്ടെ എന്ന് വെച്ച് അങ്ങനെ കയറി കണ്ടാണ്. ഒരു സൂപ്പർ ഫാമാണ്. ഞാൻ സുമതി വളവിനോട് ചേർന്ന് തന്നെയാണ് ആ ഫാം ഉള്ളത്. ഞാനതിൻ്റെ വീഡിയോ കാണിച്ചു തരാം ഗായ്സ്. അപ്പോൾ ഇത് നമ്മുടെ സുമതി വളവാണ്. സുമതി വളവിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ഫാമും നിൽക്കുന്നത്. ഇതാണ് ആ ഫാം. അതായത് സുമതി വളവിനോട് അവിടെ നമ്മൾ പാർക്കിങ് ചെല്ലണ സ്ഥലത്ത് തന്നെയുള്ള ഒരു ഗേറ്റിനകത്താണ് ഈ ഫാം ഉള്ളത്. കണ്ട ഇവിടെ നമ്മുടെ താറാവും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. താറാവ് ഇഷ്ടമാതിരി താറാവൊക്കെ ഇവർ വളർത്തുന്നുണ്ട്. ഐറ്റിങ്ങളുടെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സെയിലിംഗ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിനോട് ഈ താറാവും കുഞ്ഞുങ്ങളോട് ചേർന്നൊരു താറാവ് ഫാം, ചെറുത് കോഴി, താറാവ്, ബ്രോയിലർ ഉണ്ട്, നാടനുണ്ട്, സകല സാധനങ്ങളുണ്ട്. തോന്നണ് ഇവിടെ താറാമുട്ടൻ കോഴിമുട്ടയൊക്കെ സെയിലിംഗ് ഉണ്ട് എന്നാണ് തോന്നണത്. ഈറ്റുങ്ങൾ തന്നെ ഇവിടെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളാക്കിയിട്ട് അതും ഇവർ സെയിൽ ചെയ്യുന്നുണ്ട് തോന്നുന്നത്. ഇഷ്ടംമാതിരി പച്ചക്കറി ഐറ്റംസ് ഉണ്ട് ഇവിടെ. നടന്ന് കാണാനായിട്ട് ആ അറ്റം വരെ നടന്ന് കാണാനായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് അറിയാൻ പാടില്ല. എന്തോ നമ്മളുടെ മറ്റേ സലാഡിനുള്ള ഇലകളാണെന്നൊക്കെയാണ് തോന്നണത്. കുറേ പച്ചക്കറികളുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ആൾക്കാർ തന്നെയാണ് കൂടുതലും. പച്ചപ്പ് കാണുമ്പോൾ നമ്മളാണല്ലോ ചാടി വീണത്. നമ്മളെ ആൾക്കാർ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ വന്നത്. കുറേ ഹിന്ദിക്കാരൊക്കെയാണ് ഇവിടെ നോക്കി നടത്തണം. ഇതുണ്ടല്ലോ, ഇതൊക്കെ ചീര, ചെറിയ ചീര, പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെയൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ പാടമൊക്കെ സെറ്റാക്കിയിട്ടേ അങ്ങനെ വരമ്പൊക്കെ കിട്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ ഇവർ ചെയ്തേക്കണത്. ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇത് ചീരയെന്ന് മനസ്സിലായി. ഇത് എന്താണെന്ന് വിലപ്പെടുത്തില്ല. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്ത് കുറേ തക്കാളിയൊക്കെ പറിച്ചിട്ട് വേസ്റ്റ് ആണെന്ന് തോന്നുന്നു. വേസ്റ്റ് പോലെ അടക്കുകയാണ്. തക്കാളിയൊക്കെ പറിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇട്ടേക്കണം. അതിൽ കുറേ നല്ല തക്കാളിയും ഉണ്ട്. അവരവിടെ വെറുതെ പറിച്ചിട്ടേക്കണത്. എനിക്ക് തോന്നുന്നു ആവശ്യമില്ലാണ്ട് കളഞ്ഞോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ അതിനകത്ത് കുറേ പച്ച തക്കാളിയും നല്ല തക്കാളിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട് കേട്ടോ. കണ്ടൊന്ന് ഓർമ്മ വെച്ചോ ഗൈസ്. അപ്പോൾ സ്ഥലം മറക്കണ്ട. സുമതി വളവിനോട് ചേർന്നിട്ടുള്ളൊരു ഫാമാണ്. സുമതി വളവിൻ്റെ നമ്മൾ എല്ലാവരും പാർക്ക് ചെയ്യണ ഒരു ചെറിയൊരു തോടൊക്കെ പോയിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ചെറിയൊരു ഗേറ്റാണ്. ജസ്റ്റ് ഒന്ന് കൊട്ടുവൊക്കെ ചിലപ്പോൾ അവന്മാർ തുറക്കാൻ ചാൻസ് ഉണ്ട്. ബാക്കി ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. നല്ലൊരു സ്പോട്ടാണ്. നല്ല പച്ചപ്പും നല്ലൊരു അടിപൊളി ഫാമാണ്. ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തു എല്ലാവരും.